പത്തനംതിട്ട പന്തളം CM ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് SP-ക്ക് പരാതി നൽകി കുടുംബം. ഹൃദ്രോഗിയായ പിതാവിനെ ട്രെഡ്മിൽ പരിശോധന നടത്തിയെന്നും ഹൃദയാഘാതം വന്ന് വീണപ്പോൾ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കാതെ 30 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് മകളുടെ പരാതി. ട്രെഡ്മിൽ ടെസ്റ്റ് വരാനുള്ള കോംപ്ലിക്കേഷൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കൊരു ഫെസിലിറ്റി അവിടെ വേണമായിരുന്നു. ആ ഫെസിലിറ്റി അവിടെ ഇല്ലാഞ്ഞപ്പം അവർ വേറെ ഹോസ്പിറ്റലിൽ അവർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതും ആംബുലൻസ് അവർ വിളിച്ച് ഹയർഡ് ആംബുലൻസ് ആണ്. സ്റ്റേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടും പേഷ്യന്റിനെ എങ്ങോട്ടാണ് വിട്ടത്? 30 കിലോമീറ്റർ ദൂരെ പരുമല ഹോസ്പിറ്റലിൽ വിട്ടു. ബിക്കോസ് ദേ ഹാവ് എ ബിസിനസ് ടൈപ്പ് വിത്ത് ദം. അവർക്ക് ബിസിനസ് ടൈപ്സ് ഉണ്ട്. നിയർ ബൈ ഹോസ്പിറ്റൽ എവിടെയെങ്കിലും കൊണ്ടുപോയായിരുന്നെങ്കിൽ പപ്പ ചിലപ്പോൾ രക്ഷിച്ചു പോയേനെ, ഓപ്പറേഷൻ നടന്നു പോയേനെ. വെന്റിലേറ്റർ ഇല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോയ പപ്പ. എന്തുകൊണ്ടാണ് ഇതിനൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണം. നമുക്ക് ഈ ട്രെഡ്മിൽ എന്തിനു ചെയ്യിപ്പിച്ചു ഇത്രയും ഹൈ റേറ്റിനൊക്കെ? അതാണ് ഡോക്ടേഴ്സ് കുറെ ചാടി നമ്മുടെ പുറത്ത്. അത് കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റൽ റിപ്പോർട്ട് നമുക്ക് തന്നു, തിരുത്തിയിട്ട് തന്നു. ഡോക്ടർ അമ്പാടിയുടെ തെറ്റിനെ അവരെ ഹൈഡ് ചെയ്ത് റിപ്പോർട്ട് അൾട്രേഷൻ ചെയ്യുക. ഇത് ടോട്ടൽ കേസ് ഓഫ് മെഡിക്കൽ നെഗ്ലിജൻസ് ആസ് വെൽ ആസ് ക്രിമിനൽ കോൺസ്പിറസിയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രവീൺ, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ഘടകം തന്നെയാണ്. പക്ഷേ അതിലെന്തെങ്കിലും ഇപ്പോൾ ആ പരാതിക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മറ്റു സൗകര്യങ്ങൾ കൂടി വേണം. 72 വയസ്സുണ്ട് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ അച്ഛന്. അത് കൊളാപ്സ് ചെയ്തിട്ട് പോലും അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന ഗുരുതര ആരോപണം കൂടി അവർ പറയുന്നു. മാധു, ഈ പരാതിക്കാരിയായിട്ടുള്ള രാജശ്രീ ഉണ്ണിത്താൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പന്തളം CM ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. പ്രധാനമായും 72 വയസ്സുള്ള തന്റെ പിതാവിനെ ട്രെഡ്മിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ പങ്കജേഷൻ ഉണ്ണിത്താൻ എന്ന ഹൃദ്രോഗിയെ ചികിത്സയ്ക്കായാണ് പന്തളം CM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ ഘട്ടത്തിലാണ് ട്രെഡ്മിൽ പരിശോധന നടത്തിയത്. ട്രെഡ്മിൽ പരിശോധന നടത്തവേ അദ്ദേഹം കുഴഞ്ഞു വീണു. വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് എത്തിച്ച് 30 കിലോമീറ്റർ അകലെയുള്ള പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മരണം സംഭവിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് DMOയ്ക്കും ഒപ്പം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും മകൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് ഈ ട്രെഡ്മിൽ പരിശോധന നടത്തിയപ്പോൾ ഡോക്ടറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ആ സമയത്ത് എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ച് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. മറ്റൊന്ന്, വെന്റിലേറ്റർ സൗകര്യം ഇല്ലാതെയാണ് ആംബുലൻസിൽ കയറ്റി 30 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് മകൾ ആരോപിക്കുന്നു. മാസ്ക് മുഖത്തുണ്ടായിരുന്നു, പക്ഷേ അത് വെന്റിലേറ്റർ ആയിരുന്നില്ല ഘടിപ്പിച്ചത്. സാധാരണ രീതിയിലുള്ള ഓക്സിജൻ സംവിധാനമായിരുന്നു. എന്തുകൊണ്ട് അത്തരം ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ലായിരുന്നു? വെന്റിലേറ്റർ സൗകര്യം എന്തുകൊണ്ട് കൊടുത്തില്ല? അങ്ങനെ 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തൊട്ടടുത്ത് തന്നെ മറ്റ് ആശുപത്രികൾ ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയില്ല. അത് ബിസിനസ് ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് 30 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് തന്റെ പിതാവിനെ കൊണ്ടുപോയതെന്ന് പറയുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം ആശുപത്രി അധികൃതർ പറയുന്നത് ഇദ്ദേഹത്തിന് ട്രെഡ്മിൽ പരിശോധന നടത്തുന്നതിന് മുമ്പ് ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. പ്രശ്നമൊന്നുമില്ല എന്നത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ട്രെഡ്മിൽ പരിശോധന നടത്തിയത്. അതേസമയം 72 വയസ്സുള്ള പിതാവിനെ എന്തിന് ട്രെഡ്മിൽ പരിശോധന നടത്തി? അതാണ് മരണ കാരണമെന്നാണ് ഇപ്പോൾ ഈ മകൾ ആരോപിക്കുന്നത്. DMOയ്ക്ക് ഇന്നലെ മൊഴിയും നൽകിയിട്ടുണ്ട്. ഒപ്പം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. SP-ക്ക് കുടുംബം നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്.